നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംഗിൾസിന്റെ എനർജി, ലവ് എനർജീസ് ആണ്. കാർഡ്സിനെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ ഫിസിക്കലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, എന്താ പറയാ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ ഭയങ്കര എന്തോ വിഷമത്തിലാണ്. ആ വിഷമം, ഇമോഷണൽ വിഷമം കാരണം നിങ്ങൾ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ വിഷമങ്ങള് ജസ്റ്റ് വിട്ടുപോകുക. ഓക്കെ, വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അത് വിടുക. എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ അത് വിടുക. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ തന്നെ, അല്ലെങ്കിൽ ഡെയിലി ആയിട്ടുള്ള കുറച്ച് ടാസ്ക്, ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. സോ എത്രയും പെട്ടെന്ന് ആ വിഷമങ്ങൾ എങ്ങനെയും മാറ്റുക. പിന്നെ എനിക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ എന്തോ നിങ്ങളെ തേടി വരും. ഓക്കെ, അത് നിങ്ങൾക്കൊരു നല്ല ന്യൂസ് ആകും, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ യൂണിവേഴ്സും സ്പിരിറ്റ്സും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ 1111 കണ്ടോ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടാകും, പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആ മെസ്സേജസ് നോക്കുക. സോ ദ നെക്സ്റ്റ് കാർഡ്, ജസ്റ്റിസ് റിവേഴ്സ്ഡ്. സോ ഇവിടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ കാര്യം ക്ലോസ് ചെയ്യുവാണ് മൊത്തത്തിൽ. ഒന്നെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ജോലിയാണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളെ അത് ഹാപ്പി ആക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പം കാര്യങ്ങൾ റീവാലുവേറ്റ് ചെയ്യുവാണ്. എൻ്റെ ഈ ജോലി ശരിയാണോ, എൻ്റെ ഈ റിലേഷൻഷിപ്പ് ശരിയാണോ. ഒന്നെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് മൊത്തത്തിൽ കണക്ഷൻ വിട്ടിട്ട് പുതിയ ഒരു എന്തോ ഒരു കാര്യം എൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ റെസൊനേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനിത് ലവ് റീഡിങ്, സിംഗിൾസിന് ലവ് റീഡിംഗ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കരിയറും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹിച്ച, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലി ഉണ്ടല്ലോ, അത്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തി, ഒരുപാട് ആഗ്രഹിച്ച സിറ്റുവേഷൻ വിടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സോൾമേറ്റ് ആയിട്ട് തോന്നിയെന്ന ഒരാളുമായിട്ട് നിങ്ങൾ കണക്ഷൻ വിട്ടതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആരോ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് എക്സ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ട് വഴിയാണ് തുറന്നു കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഓക്കെ, അത് നിങ്ങളാണ് ഈ സിറ്റുവേഷനിൽ, നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഒരു ക്രോസ് റോഡ് നിൽക്കുവാണ്. ഇതിൽ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു എക്സുമായിട്ട് റീകൺസിലേഷൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജസ്റ്റ് മൂവ് ഓൺ ചെയ്യും. ഓക്കെ, സോ ദ നെക്സ്റ്റ് കാർഡ്, 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ്. പിന്നെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ഒരു 5 സൈൻ ആയിരുന്നു കാണും. ലിയോ, സാജിറ്റേറിയസ് ആൻഡ് ഏരീസ്. ഓക്കെ, അങ്ങനത്തെ ഒരു സോഡിയക് സൈൻ ആണ് കാണുന്നത്. നിങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എന്തോ ഒരു വ്യക്തിനെ വിട്ടോ, അല്ലെങ്കിൽ ഇന്ന് ശരിയാവില്ല, ഇത് ബ്രേക്കപ്പ് ആകണം എന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ഇത് ബ്രേക്കപ്പ് ആക്കിയത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ആ വ്യക്തി, നിങ്ങൾ തമ്മിലുള്ള റീസൺ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ആ വ്യക്തി ഭയങ്കര സാഡാണ്. അവര് ഒരുമാതിരി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരൊരു സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലും എല്ലാം സ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, കുറച്ചും കൂടി ഇൻഫോർമേഷൻ കിട്ടാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ്, പേജ് ഓഫ് വാൻസ് റിവേഴ്സ്ഡ്. നിങ്ങൾ ഇവരെ വിട്ടിട്ട് നിങ്ങൾ എന്തോ പുതിയ കാര്യങ്ങൾ തേടി പോകുന്നു, നിങ്ങൾ സക്സസിലോട്ട് പോകുന്നു, നിങ്ങളുടെ കരിയറിലോട്ട് പോകുന്നു. ഇതൊക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ വീണ്ടും ഈ വ്യക്തിനെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല. അതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവര് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അറിയുന്നുണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ, പക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല, നിങ്ങൾ വീണ്ടും എന്നെ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാണ് എനിക്ക് കാണുന്നത്. പിന്നെ നിങ്ങൾ ഇത് ലീവ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിത് റിലേഷൻഷിപ്പിലാണെങ്കിലും എനിക്ക് കൂടുതൽ തോന്നിയത് ഇത് ഒരു ഫ്യൂച്ചർ കാണുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് എങ്ങോട്ടും പോകുന്നില്ല, എന്താ പറയുക, ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നു. ഇതിനെന്താ ഒരു അർത്ഥം? ഒരു ഫ്യൂച്ചർ കാണുന്നില്ല നിങ്ങൾ. അതാണ് മെയിൻ ആയിട്ട് റീസൺ ആയിട്ട് എനിക്ക് കാണുന്നത്.
എന്തായാലും യൂണിവേഴ്സ് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക, ഒരു റെസ്റ്റ് എടുക്കുക, എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു, നിങ്ങളിപ്പോൾ ഒരു പാസ്റ്റിൽ ഭയങ്കര വിഷമത്തിലിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക തന്നെ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് അത് എന്താ പറയുക, അത് കുറച്ചും കൂടെ ആ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾ പിന്നെയും ഇത് കോണ്ടാക്ട് ചെയ്ത് പിന്നെയും ഒരു വഴക്കാകും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ദ ചാരിയറ്റ് റിവേഴ്സ്ഡ്. അവർക്ക് പക്ഷേ ഇത് എൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനൊക്കെ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. പിന്നെ എനിക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു തേർഡ് പാർട്ടി ചിലപ്പം നിങ്ങൾക്ക് എന്താ പറയാ, ഇവരെന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്, ചിലപ്പോൾ നിങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തു, അതൊക്കെ കാരണമായിരിക്കും നിങ്ങളിത് ബ്രേക്കപ്പ് ആയത്. എന്തായാലും നിങ്ങൾ പിന്നെ മനസ്സിലാക്കും കേട്ടോ, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരു ചെറിയൊരു ചീറ്റിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിരിക്കില്ല, പക്ഷെ എന്തോ ഒരു അവർക്ക് അറിയാതായിപ്പോയ തെറ്റായിരിക്കും. ഒരു ആരോടെങ്കിലും ക്രഷ് തോന്നി അവർ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത് പിന്നെ അവരുമായിട്ട് എന്തോ കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ നിങ്ങളുമായിട്ടൊരു ബന്ധം കുറച്ച് കുറഞ്ഞു, സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നു എന്നൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് റെസൊനേറ്റ് ചെയ്യുക. ഇത് എന്തായാലും നിങ്ങൾ യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ,